പണ്ട് കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് പിള്ളേർ ചിലപ്പോൾ ഒരു വിൽസൊക്കെ വലിക്കുന്ന ഒരിതുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം കൺട്രോൾ വിട്ടിട്ട് ലഹരിയുടെ പിന്നാലെയും സുഖത്തിൻ്റെ പിന്നാലെയാണ്. മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ ആളുണ്ടാവും. അതെ അതെ. ഇപ്പോൾ പിന്നെ കുട്ടികളോടൊന്നും പറയാൻ പാടില്ല. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാതാപിതാക്കൾ നിന്ന് കൊടുക്കുന്നുണ്ട് ഒരു പരിധിവരെ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർ മൊബൈൽ കൊടുത്ത് അങ്ങോട്ട് വിടാതെ അവരെ നമ്മളെ കൂടെ കൂട്ടി ഫ്രണ്ടായിട്ട് കൂട്ടുക. സാറന്മാർ വിചാരിക്കുന്നത് എന്താണ്, ആരാൻ്റെ പിള്ളേർ എങ്ങനെയെങ്കിലും വരട്ടെ പോകട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയാണ്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും വാർത്തകളിൽ കണ്ട ഒരു കാര്യമാണ് കുട്ടികൾ തമ്മിലുള്ള തല്ല്. ഇപ്പോൾ കുറച്ച് നാളുകളായി ഏറെ കൂടുതലാണ് ഇങ്ങനെ. അതായത് കുട്ടികൾ പരസ്പരം മാരകമായിട്ട്, അതായത് അവര് എന്താണ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് ചെയ്താൽ അവർക്ക് എന്ത് സംഭവിക്കും എന്ന് പോലും തിരിഞ്ഞു നോക്കാതെയുള്ള ഒരുതരം വല്ലാത്തൊരു അക്രമവാസനയാണ് കുട്ടികളിൽ ഉണ്ടായി വരുന്നത് ഇപ്പോൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സ്വഭാവ വൈകൃതങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ കാരണം വീട്ടുകാർ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാർ തന്നെ എന്നാണ് ഏകദേശം നമ്മളെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും പറയുന്നത്. കാരണം വീട്ടിലെ അറിവ് വിദ്യാലയത്തിലോട്ട് എന്നുള്ളതാണ്. കാരണം വീട്ടിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കുന്നു, എന്ത് ശീലം, അതാണ് നമ്മൾ വിദ്യാലയത്തിലോട്ടും പുറത്തോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഈ എന്ത് പറയാനായിട്ട് ക്രിമിനൽ സ്വഭാവങ്ങൾ എന്ന് തന്നെ പറയാം. കാരണം ഒരാളിനെ വളരെ ക്രൂരമായിട്ട് ആക്രമിക്കുന്നതെല്ലാം ക്രിമിനൽ സ്വഭാവമുള്ള ഒരു കുട്ടികളായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളിൽ ക്രിമിനൽ വാസനകൾ ഉണ്ടാകുന്നതിന് ഒരു പരിധിവരെ വീട്ടുകാരും അധ്യാപകരും സമൂഹവും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ, അതായത് കുട്ടികളിലുണ്ടാകുന്ന ഈ ഇത്രയും മോശം സ്വഭാവ വൈകൃതങ്ങൾക്ക് എന്താണ് കാരണം എന്ന് നമുക്ക് എന്ത് പറയാനായിട്ട്, സാധാരണക്കാരോടെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഈ കാണുന്ന എല്ലാവരും തന്നെ രക്ഷകർത്താക്കളാണ്, അമ്മയോ അച്ഛനോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരാണ് ഇതിന് മറുപടി പറയേണ്ടത്. അവരെന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. കുട്ടികൾക്ക് അക്രമവാസന ഉണ്ടാകുന്നു ധാരാളമായിട്ട്, അല്ലെങ്കിൽ ഒരുപാട്, നമ്മൾ മുന്നത്തെക്കാളും ഒക്കെ. അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടോ തോന്നുന്നുണ്ടോ ചേട്ടന്? അത് കേരളത്തിലെ വിദ്യാഭ്യാസ സംസ്കാരത്തിലുണ്ടായ ഒരു മാറ്റമാണ്. അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ അച്ഛനെ അമ്മാവന്മാരെയും പ്രദേശത്തുള്ള സകല ആൾക്കാരെയും പേടിയാണ്. പക്ഷേ ഇന്ന് പിള്ളേർക്ക് അച്ചടിച്ചു കൊടുക്കുന്ന പുസ്തകങ്ങളിലെ ഫസ്റ്റ് പേജിൽ ബാലാവകാശങ്ങളാണ് കൊടുക്കുന്നത്. പണ്ട് കാലത്ത് ഹെഡ് മാസ്റ്ററിൻ്റെയും PT അധ്യാപകൻ്റെ അടി പേടിച്ചിട്ടാണ് പിള്ളേർ ക്ലാസ്സിൽ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇന്ന് പിള്ളേരുടെ അടി പേടിച്ചിട്ടാണ് സാറന്മാർ നിൽക്കുന്നത്. അതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുണ്ടായ ഏറ്റവും വലിയൊരു വിഷയം. അതുകൊണ്ട് തന്നെ കുട്ടികളെ നിയന്ത്രിക്കാൻ അധ്യാപകർ എന്ത് ചെയ്യുന്നില്ല, അവർ റിസ്ക് എടുക്കുന്നില്ല. കാര്യം അങ്ങനെ ഒരു അധ്യാപകനൊരു ദുരവസ്ഥ ഉണ്ടായി. അങ്ങനെ അവസാന ആത്മഹത്യ രംഗത്തേക്ക് വരെ കടന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് സാറന്മാർ വിചാരിക്കുന്നത് എന്താണ്, ആരാൻ്റെ പിള്ളേർ എങ്ങനെയെങ്കിലും വരട്ടെ പോകട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയാണ് സാറന്മാർക്കുള്ളത്. കാര്യം അവർ പിള്ളേരെ നല്ല രീതിയിൽ നയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ പ്രതിയാവുന്നു. അച്ഛനടിക്കാൻ പറ്റത്തില്ല, അമ്മയ്ക്കടിക്കാൻ പറ്റത്തില്ല. എൻ്റെ കുട്ടി പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജൊന്ന് നോക്ക്, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ഞങ്ങൾ അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. അല്ലെ, കുട്ടികൾ ഇപ്പം വളരെ എന്ത് പറയാ മൃഗീയമായിട്ടുള്ള ഉപദ്രവമാണ് അങ്ങോട്ട് തമ്മിൽ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് പിള്ളേർ ചിലപ്പോൾ ഒരു വിൽസൊക്കെ വലിക്കുന്ന ഒരിതുണ്ടായിരുന്നു. ഇന്ന് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ തൊട്ട് MDMA ആണ് ഇവിടെ സുലഭം. പിള്ളേർ തന്നെ പിള്ളേർക്ക് സപ്ലൈ ചെയ്യുന്നു. രാഷ്ട്രീയക്കാരും അതിൻ്റെ പിന്നാമ്പുറത്തുണ്ട്. ഈ MDMA ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, പെങ്ങൾ ആരാണെന്നൊന്നും പിള്ളേർക്ക് മനസ്സിലാവില്ല. പണ്ടുകാലങ്ങളിൽ കുടുംബത്തിലൊക്കെ ഒരു ഒരുമയും ഐക്യതയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത് കണ്ടാണ് കുട്ടികൾ വളരുന്നത്. അല്ല, അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകുടുംബ ഉണ്ടായിരുന്നു. അതെ, എന്ന് പറഞ്ഞ് മറ്റേ കുടുംബമാണ്. അപ്പോൾ അതിൽ തന്നെ മോനൊരിടത്ത് പഠിക്കാൻ പോകുന്നു, മോളൊരിടത്ത് പഠിക്കാൻ പോകുന്നു, അമ്മ ഒരിടത്തേക്ക് പോകുന്നു, അച്ഛൻ ഒരിടത്തേക്ക് പോകുന്നു. അപ്പം ഇവർ തമ്മിലൊരു എന്താ പറയുന്നത് സോഷ്യൽ ഇന്ററാക്ഷൻ വളരെ കുറവാണ് എന്നുള്ളതാണ് നമുക്ക് അതിനകത്തിൽ മനസ്സിലാക്കാം. ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരുപാട് അക്രമവാസനയാണ് അവർക്ക് കൂടുതലായിട്ടുള്ളത്. ഇതെങ്ങനെയാണ് സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ പലതും കണ്ടുപഠിക്കുകയാണോ, അതോ എങ്ങനെയാണ് കുട്ടികൾ ഇത്തരം വലിയ രീതിയിലുള്ള അക്രമവാസന ഉണ്ടാകാൻ കാരണം? മാഡം, അത് കുടുംബത്തിൽ നിന്ന് വരണം. കുടുംബം അല്ലെങ്കിൽ കുട്ടികൾ ഇതാവുന്ന കുറ്റമൊന്നുമല്ല. കൃത്യനിഷ്ഠയും ദിനചര്യയും കുടുംബത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം പോക്കാം.
പണ്ടൊരു സ്കൂളിൽ ഒരു കുട്ടി വരാന്തി നിന്ന് പഠിക്കുന്നു. അപ്പോൾ സാർ എന്നും പറയടാ അവിടെ പഠിക്കലേ വരും. അങ്ങനെ രണ്ട് തല്ലും കൊടുത്ത് വീട്ടിൽ വിളിക്കേണ്ടി വന്നപ്പം തന്ത നടന്നു ഓടിക്കുക. അപ്പം പിന്നെ ആ കുട്ടി പിന്നെ അപ്പോൾ കുടുംബമാണ് സർവ്വത്. പഠിത്തം എന്ന് പറയുന്ന ഡിഗ്രി തോളി വയ്ക്കാൻ ഒരു സ്റ്റാർ കിട്ടും. അറിവ് നേടുന്നത് വിദ്യാഭ്യാസം ഓക്കെയാണ്, നമ്മളതിനെ ബഹുമാനിക്കും. പക്ഷേ കുടുംബം എന്ന് പറയുന്ന സാധനം കൃത്യനിഷ്ഠയും തിരിഞ്ഞില്ല. ഒരു IAS മാഡം വലുതായി. അപ്പോൾ അച്ഛൻ ചോദിച്ചു, മോളെ നീ പ്രായമായി, കല്യാണ പ്രായമൊക്കെ ആയി, ഇനി എങ്ങനത്തെ പുരുഷനെ വേണം? അപ്പം ആ കുട്ടി പറഞ്ഞു, എനിക്ക് കൃത്യനിഷ്ഠയും ദിനചര്യയും ഒക്കെയുള്ളൊരു ഭർത്താവായിരിക്കണം എനിക്ക് വേണ്ടത്. അപ്പം കൃത്യനിഷ്ഠയും ദിനചര്യയും എവിടുന്ന് വരണം? കുടുംബത്തിൽ നിന്ന് വരണം. അല്ല, സമൂഹത്തിനും അതിനൊരു ഉത്തരവാദിത്വം ഇല്ലേ എന്നുള്ളതാണ്. അധ്യാപകർക്കാണെങ്കിലും ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അതിന് കുടുംബം മാത്രമല്ല, അവന് സമയം, അതായത് ഒരു ജീവിതത്തിലെ ഏറിയ സമയം ചെലവഴിക്കുന്നത് വിദ്യാലയങ്ങളിലാണ്. അപ്പൊ അധ്യാപകരും ഇതിന് ഉത്തരവാദികളാണ്, നമ്മുടെ സമൂഹം ഉത്തരവാദിയാണ്. പക്ഷെ ബസ്സിൽ കയറിയിട്ടേടാ ഇങ്ങനെ നിൽക്കല്ലോ എന്ന് നമ്മൾ ഉപദേശിച്ചാൽ അവൻ നമ്മളെ ചീത്ത വിളിക്കും. ആ കാലഘട്ടത്തിൽ നമ്മളെ ഉപദേശം അവർക്ക് അനിവാര്യമല്ല. അതെ. അപ്പം അതിനെ ബഹുമാനിച്ച് നമ്മൾ മിണ്ടാതിരിക്കും. അപ്പം തെറ്റിനെ തിരുത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് കുടുംബത്തിൽ നിന്ന് ഉണ്ടായി വരുന്ന മക്കളുടെ രീതിയും ശൈലിയും. അപ്പം പിന്നെ നമുക്ക് ഉപദേശിക്കാൻ പറ്റില്ല. പണ്ടുള്ള കാലത്ത് എനിക്ക് 83 വയസ്സുണ്ട്. ഞാൻ 2041 ആളാണ്. ഇപ്പം എനിക്ക് 83 വയസ്സുണ്ടെന്ന് കണ്ടാൽ ആരെങ്കിലും പറയുമോ? ഇല്ല. ഞാനും ഒന്ന് ഡൈ അടിച്ച് വിൽക്കഴിക്ക് ചെറുപ്പത്തിൽ പോയി. അപ്പോൾ കുടുംബ മഹിമയാണ്. എൻ്റെ അച്ഛന് ഞാൻ കൂടെ കൊണ്ടു കിടക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയും പാദം വണങ്ങി പൂജ, ഭൂമാദേവി അമ്മയെ വണങ്ങി, അങ്ങനെ പ്രകൃതിയെ ഞാൻ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. പ്രപഞ്ചത്തിന്, അല്ലാതെ ദൈവത്തിന് പിന്നീടാണ്. മഹാദേവനും ശിവനും ഒക്കെ പിന്നീടാണ്. മനുഷ്യന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവതാരമാണ്. അതെ, പ്രപഞ്ചമാണ് ദൈവം. അപ്പോൾ സുനാമി വരുന്നത്, ലോകം മൊത്തം നഷ്ടപ്പെടുന്നു. ആരുടെ പേര് കേസെടുക്കും? ആരുടെ പേര് കേസെടുക്കാൻ പറ്റുമോ? അപ്പൊ പ്രപഞ്ചമാണ് സർവ്വതും. പ്രപഞ്ചത്തിനെ അറിയുക, പ്രപഞ്ചത്തിനെ ബഹുമാനിക്കുക. ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും ഇല്ല. ജീവികളെ ബഹുമാനിക്കുക. ഇപ്പൊ പാമ്പ്, തവള എന്നൊക്കെ പറയുന്നത് നിസ്സാരമല്ല. അത് ശുദ്ധവായു നമുക്ക് തരുന്ന സാധനമാണ്. അവർ കിടക്കുന്നിടത്ത് നമ്മൾ കയറി കിടന്നാല് അവർ വന്ന് ശല്യപ്പെടുത്തുന്ന കുറ്റമല്ലല്ലോ. പ്രപഞ്ചമാണ്, പ്രകൃതിയാണ് ദൈവം. അവരെ നന്നാക്കുക. കുട്ടികളുടെ ഭാവി കുടുംബത്തിൽ നിന്നുണ്ടാവണം. എങ്കിലല്ലാതെ നമുക്കൊന്നും ഉപദേശിക്കാനൊന്നും പറ്റാത്ത കാലഘട്ടം. കുട്ടികളെല്ലാം കൺട്രോൾ വിട്ടിട്ട് ലഹരിയുടെ പിന്നാലെയും സുഖത്തിന്റെ പിന്നാലെയാണ്. വെളുപ്പിനെ കിടന്ന് ഉറങ്ങുമ്പോൾ 5 മണിക്ക് എഴുന്നേക്കുന്ന, അല്ലെ 6 മണിക്ക്, മണി 4:30 അയാൾ, അല്ലെ 5:30 അയാൾ, 10 മിനിറ്റും കൂടെ കിടക്കാം. അങ്ങനെ കിടന്ന് 7 മണി 8 മണി. അതാണ് മടിയെന്ന് പറയാം. മടിയന്മാരേ ഉള്ളൂ. കൃത്യനിഷ്ഠയും ദിനചര്യയും വരുന്നത് കുറവാണ്. അവിടെയാണ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കുട്ടികളെടുത്ത് ബോധിപ്പിക്കാനുണ്ട്, പറയാനുണ്ട്. അല്ലെങ്കിൽ സമയം കിട്ടുമ്പം ഒരു അരമണിക്കൂർ ആശ്രമത്തിലോ പള്ളിയിലോ അങ്ങനെ എന്തെല്ലാം നല്ല സ്ഥലങ്ങളുണ്ട്. അവിടെ കുട്ടികൾക്കൊരു അവയർനെസ് കൊടുക്കണമായിരുന്നു. അവിടെ ഒന്നും മാതാപിതാക്കൾ ഇവരെ അയക്കില്ല, അവരെ വഴിതെറ്റി പോകുന്നു. ഇപ്പൊ ഫാസ്റ്റ് ഫുഡാണ് ആഹാരം. അതെ അതെ, മര്യാദക്കുള്ള ആഹാരം കഴിക്കുന്ന ഇല്ല. ഒന്നാമത് പാസ്റ്റം ബോക്സ്, യൂറിയ, പൊട്ടാസ്യം, വേണ്ടുന്ന പോയിസൺ എല്ലാം ആഹാര സ്ഥാനത്തിലുണ്ട്. പിന്നെ കടകളിൽ നിന്ന് കിട്ടുന്ന മായവും കൂടെ ആകുമ്പോൾ പിന്നെ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്താ? പണ്ട് എനിക്ക് ഇത്രയും പ്രായമുണ്ടെന്ന് പറയുന്നു. ആഹാരം മെഡിസിനാണ്, ദൈവമാണ്. കുടിക്കുന്ന ജലാംശം ദൈവമാണ്. അതായിരിക്കണം മനസ്സിന്. എനിക്കൊരു കൊറോണ, ഞാൻ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. ഞാൻ ദുബൈയിലായിരുന്നു. ഞാൻ ഏതാണ്ട് 33 വർഷം ദുബൈയിലിരുന്നു. അവിടുന്ന് വന്ന് ഇവിടെ ജീവിക്കുന്ന 10 വയസ്സായി. കൃത്യമായ ജീവിതചര്യ, അതാണ് ചേട്ടൻ്റെ ആരോഗ്യം. അല്ല, ആരോഗ്യം മനസ്സിൻ്റെ ബലം. അല്ല, എനിക്ക് ആരോഗ്യമൊന്നുമില്ല. എൻ്റെ മനസ്സിന് പവർ ഉണ്ടെങ്കിൽ എനിക്കൊരു പനി പോലും വരില്ല. അതാണ് നമ്മളെ കൃത്യനിഷ്ഠ ദിനചര്യ. ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും ഇല്ല. ഇല്ല, അത് കുടുംബത്തിൽ നിന്ന് വരുന്നില്ല. കുടുംബത്തിലുള്ള മാതാപിതാക്കൾക്കേ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ മക്കൾക്കുണ്ടാവും? ഇപ്പോൾ ഒരുപാട് അക്രമവാസന വളരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നുള്ളതാണ്. വീട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നാണോ? എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. വീട്ടിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും കുട്ടികൾ പലതും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്നത് തന്നെയാണ് ആദ്യം കുട്ടികൾക്ക് അതിന് വേണ്ടുന്നുള്ള ഒരു ഗൈഡൻസ് കിട്ടേണ്ടത്. അതെ.
ഇപ്പോൾ മദ്യം, മയക്കുമരുന്ന് എങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ. കാരണം തമ്മിൽ തല്ലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നോ, കുട്ടികൾ തമ്മിൽ തല്ലാണ്. പണ്ട് ഇങ്ങനത്തെ ഒരു രീതിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആകുമ്പോഴ് മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ ആളുണ്ടാവും. അതെ അതെ. ഇപ്പൊ പിന്നെ കുട്ടികളോടൊന്നും പറയാൻ പാടില്ല. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ കുട്ടികളങ്ങനെ അതെ 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 മനസ്സിലാവുന്നുണ്ട്. കളഞ്ഞു ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പൊ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെ നമ്മള് സമൂഹവും രക്ഷകർത്താക്കളും എല്ലാവരും ഉത്തരവാദികളാണല്ലേ? എല്ലാവരും ഒരു ഉത്തരവാദികൾ തന്നെയാണ്. അല്ല, ഇതിനെതിരെ എന്താണ് മാഡത്തിന് കൊടുക്കാൻ ഒരു എന്ത് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു ഉപദേശം, അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു പോംവഴി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്? കുട്ടികൾക്ക് അവർക്ക് വീട്ടിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും എന്തെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ഓരോരോ അതെ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കുട്ടികൾ ഒരുപാട് അക്രമവാസനയുള്ളവരാണ്. എന്തുകൊണ്ടാണെന്ന് അതിന് സമൂഹവും വീട്ടുകാരും ഒക്കെ ഉത്തരവാദികളാണോ എന്നുള്ളതാണ്? പരിധിവരെ ഉത്തരവാദികളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അല്ല, കുട്ടികൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാതാപിതാക്കൾ നിന്ന് കൊടുക്കുന്നുണ്ട് ഒരു പരിധിവരെ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർ പോകും. പിന്നെ ശിക്ഷ കുറവാണ്. അതെ, വീട്ടിലാണെങ്കിലും അടി. പണ്ടൊക്കെ കാരണന്മാരെ വെച്ചാൽ തെറ്റ് ചെയ്താൽ അടി തരും, അങ്ങനെയാണ്. ഇപ്പൊ അതില്ല. ഇതിനെന്താ ഒരു പോംവഴി എന്നുള്ളതാണ്. കുട്ടികൾക്ക് ഒരു അവയർനെസ്, ഇപ്പോൾ ഒരാൾ പറഞ്ഞത് കുട്ടികൾക്ക് അവയർനെസ് ഒരു ക്ലാസ് അങ്ങനെ ഒരെണ്ണം കൊടുക്കുന്നത് നന്നായിരിക്കും. അത് വീട്ടിലുള്ളവർ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണെന്ന് എൻ്റെ അഭിപ്രായം. അവിടെ അക്രമവാസനകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. അത് അച്ഛനമ്മയുടെയും കുഴപ്പമൊന്നും പറയാനില്ല. ഫ്രണ്ട്ഷിപ്പാണ് ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത്. അച്ഛനും അമ്മയും ചിലപ്പോൾ നല്ല ഉദ്യോഗസ്ഥരായിരിക്കും. അവർ ഹൈ ലെവലിൽ കുട്ടികൾ വളരണമെന്നും കുട്ടികളെ നന്നായിട്ട് നോക്കുന്നവരും ആയിരിക്കാം. പക്ഷേ കൂട്ടുകൂടുന്ന കുഴപ്പം കാരണമാണ്. സ്കൂളുകളിലൊക്കെ ടീച്ചേഴ്സ് ഇപ്പോൾ നന്നായിട്ട് നോക്കുന്നുണ്ട്. രക്ഷകർത്താക്കൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ കുട്ടികളെ മൊബൈൽ കൊടുത്ത് അങ്ങോട്ട് വിടാതെ അവരെ നമ്മളെ കൂടെ കൂട്ടി ഫ്രണ്ടായിട്ട് കൂട്ടുക. എന്നിട്ട് സ്കൂളിൽ എന്തൊക്കെ പഠിച്ചു, ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു, ഏതൊക്കെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ഏതൊക്കെ ടീച്ചേഴ്സ് ആബ്സെൻ്റ് ആയിരുന്നു, നാളെ ഇനി എന്താ പഠിക്കേണ്ടത്, നാളെ ഇനി എക്സാം എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് അച്ഛനും അമ്മയും ദേഷ്യപ്പെടാതിരിക്കുക. അതാണ് രണ്ടാമത്തെ പ്രശ്നം. എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് 1-2 മാർക്ക് കുറഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്താതെ അവരോട് പറയുക എന്തെന്ന് പറഞ്ഞാൽ ജയവും തോൽവിയും എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പോൾ ഒരാൾ ഓട്ടപ്പന്തയത്തിൽ ഓടുന്നു എന്ന് പറഞ്ഞാൽ 10 പേര് ഓടുന്നെങ്കിൽ 10 പേര് ഓടിയെത്തുക. പക്ഷെ ഒരാൾക്ക് മാത്രമേ ഫസ്റ്റ് വാങ്ങാൻ കഴിയൂ. അപ്പോൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മോൻ അല്ലെങ്കിൽ മോൾ ഇപ്പൊ പോയത് പോട്ടെ, അടുത്ത് ഇനി അവനെ തോൽപ്പിച്ച് ഫസ്റ്റ് വാങ്ങാൻ മോൻ ശ്രമിക്കണം. ഇങ്ങനെയുള്ള ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ മോട്ടിവേഷൻ കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ കുട്ടികൾ നമ്മളോടൊപ്പം കൊടുക്കും. എൻ്റെ കുട്ടികളെ ഞാൻ അങ്ങനെയാണ് വളർത്തിയത്, അങ്ങനെയാണ് വളർന്നത്. ഇപ്പൊ അങ്ങനെയാണ്. അവരിപ്പോ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. കുട്ടികളെ പറഞ്ഞ കാര്യങ്ങൾ വീട്ടിൽ നിന്നുള്ള രക്ഷകർത്താക്കളാണ് അല്ലെ, മത്സരിക്കാതിരിക്കുക. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചു നോക്കട്ടെ. നമ്മള് രക്ഷകർത്താക്കൾ പറയണം, ശരിയാക്കണം, അതൊക്കെ ശരി തന്നെയാണ്. വീട്ടിൽ നിന്ന് തന്നെയാണ്, വീട്ടിൽ നിന്നുള്ള ശീലമാണ് വിദ്യാലയത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. പക്ഷെ ഒരു കുട്ടി ജീവിതത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വിദ്യാലയങ്ങളിലാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് അധ്യാപകരും അത്തരത്തിലുള്ളതായിരിക്കണം. കാരണം ഇപ്പോൾ അധ്യാപകരെ കുറിച്ച് ഒരുപാട് പരാതികൾ കുട്ടികൾ പറയുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ നേരിട്ട് പറയാൻ ഒരു ഭയമുണ്ട്. കാരണം അവരുടെ CE മാർക്ക് കുറയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഭയപ്പാടുകളുണ്ട് ഇല്ലേ? ഇതൊക്കെ അധ്യാപകരുടെ ഭാഗത്തു നിന്നാണ്. അതിനൊരു കാര്യം ചെയ്യണം. രക്ഷകർത്താക്കള് അധ്യാപകരുമായിട്ട് കോണ്ടാക്ടിങ് ഉണ്ടെങ്കിൽ പോലും പല ടീച്ചേഴ്സുമാരും അറിയാം. ഞാനും ഒരു രക്ഷകർത്താവാണ്. പലയിടത്തുനിന്നും അറിയുന്ന ഒരു കാര്യമാണ്. കാരണം കുട്ടികളെ പോലും പാർട്ടീഷനിലാണ് അധ്യാപകർ ഇന്ന് നോക്കുന്നത്. അപ്പൊ അധ്യാപകരുടെ ഭാഗത്തും ഒരു വീഴ്ചയുണ്ട്. നമ്മുടെ സമൂഹത്തിനും ഒരു പങ്കുണ്ട് ഇല്ലേ? ഒരു കുട്ടി വളരുന്നു എന്ന് പറയുമ്പോൾ അതിന് വീട്ടില് അല്ലെങ്കിൽ അധ്യാപകര്, സമൂഹം, ഇതെല്ലാം ഉത്തരവാദികളാണ് അല്ലേ? അപ്പൊ ഇതെല്ലാം ശരിയായാല് എല്ലാം ശരിയാക്കാം. പക്ഷെ രക്ഷകർത്താക്കൾ കുറച്ചുകൂടെ അവർ തീർച്ചയായിട്ടും അതെ ഞാൻ പറയുന്നത്. കാരണം സ്കൂളിലെ കുട്ടി അറിയാതെ കുട്ടി ക്ലാസ്സിൽ പോകുന്നു എന്ന് അന്വേഷിക്കണം. രക്ഷകർത്താക്കള് അതിന് സമയം കണ്ടെത്തണം. രക്ഷകർത്താക്കള് ജോലി, വീട് അങ്ങനെ മാത്രം പോകരുത്. കുട്ടികളെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം. അത്യാവശ്യം 1 മണിക്കൂർ പെർമിഷൻ എടുത്ത് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് സമയത്തെങ്കിലും ഫുഡ് കഴിച്ചില്ലെങ്കിലും
സ്കൂളിൽ പോയി കുട്ടി അറിയാതെ നമുക്ക് എല്ലാ ദിവസവും അന്വേഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അന്വേഷിക്കണം. പിന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ടീച്ചേഴ്സിന്റെ നമ്പർ വാങ്ങിക്കണം, തീർച്ചയായിട്ടും ക്ലാസ് ടീച്ചറിന്റെ നമ്പർ വാങ്ങിക്കണം. അതാത് ദിവസങ്ങളിലെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം അച്ഛനും അമ്മയോടും കുട്ടികൾക്ക് പറയാനുള്ള ഭയം. ആ ഭയം മാറ്റണമെങ്കിൽ നമ്മൾ അവരെ സ്നേഹിച്ച് നിർത്തണം. എല്ലാ കാര്യങ്ങൾക്കും സ്നേഹിച്ച് നിർത്തിയാൽ, നമ്മൾ ഒരാളെ സ്നേഹം കൊടുത്താൽ അവര് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയും. തീർച്ചയായിട്ടും. ഫോർ എക്സാമ്പിൾ പറയാം, ഒരു കുട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ട് പോയി, അപ്പം നമ്മൾ നമ്മുടെ കുട്ടിയോട് പറയേണ്ട എന്തെന്ന് പറഞ്ഞാൽ, പാവം അവരുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു ഇത്രയാക്കി, ആ കുട്ടി കണ്ടില്ലേ ഇങ്ങനെ ഒരു റോങ് എന്ന് പറയുമ്പോൾ, അമ്മ എനിക്കിങ്ങനെ ഇല്ല, ഞാൻ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ തന്നെ നിൽക്കും, അമ്മയും അച്ഛനും പറയുന്ന നമ്മുടെ കുട്ടീന്ന് ആ പോയിന്റ് നമുക്ക് എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. നീ എങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞ അടി അല്ല കൊടുക്കേണ്ടേ. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. ഇതുപോലുള്ള കാര്യങ്ങൾ രക്ഷകർത്താക്കൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയും. രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ടീച്ചേഴ്സുമാരും സ്കൂളിലുള്ളവരും ഇവരുടെ അമ്മ എപ്പോഴും നമ്മളെ വിളിച്ച് ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഉറപ്പാണ്. അതെ, പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള ഒരു ടീച്ചേഴ്സിനുണ്ടാവും. അതെ, അങ്ങനെ ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ സമൂഹം അത് നമുക്ക് ശരിയാക്കാൻ പറ്റില്ല, സമൂഹത്തിന് ശരിയാക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടികളെ എങ്ങനെ പോകുന്നു അങ്ങനെ എല്ലാ അമ്മമാരും ചിന്തിച്ചാൽ നമ്മുടെ കുട്ടികൾ നല്ലതായിട്ട് തന്നെ വരും. തീർച്ചയായിട്ടും. പിന്നെ അവർക്ക് ആവശ്യമില്ലാതെ കാശ് കൊടുക്കാതിരിക്കുക. മൊബൈൽ വൈകുന്നേരം വന്ന് അവര് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും ഇരിക്കുകയോ ഒറ്റയ്ക്ക് കിടക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ പോയി ഫ്രണ്ട്ഷിപ്പ് എടുക്കുക. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ വായിച്ചു തരാം, മക്കൾ പഠിക്കുമെന്ന് പറയുക. നമുക്ക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. അവര് ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ കൊടുക്കുമല്ലോ, അതൊക്കെ നമ്മൾ വായിച്ചു പഠിക്കുക. നമ്മള് കുട്ടികൾക്കൊപ്പം നമ്മളും കൂടുക. ഒന്നാമത്തെ പ്രശ്നം. നല്ല മാർക്ക് കിട്ടാനുള്ള ഒരു വഴിയും കൂടെ ഞാൻ പറയാം. നല്ല മാർക്ക് കിട്ടാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്വസ്റ്റ്യനും ആൻസറും മാത്രം പഠിപ്പിക്കാതെ അതിന്റെ പുസ്തകം മുഴുവനായിട്ടും വായിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെയാണ് ചോദ്യവും ഉത്തരവും എല്ലാം ഉണ്ട്. ഒരു പാഠം നമ്മൾ ഫുള്ള് വായിച്ചു, അതിന്റെ പോയിന്റും കഥയും നമുക്ക് മനസ്സിലാക്കിയാൽ, ഞാനും കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന അതാണ്, നമ്മൾ എപ്പോഴും പുസ്തകം മുഴുവനായി വായിക്കുക. നമുക്ക് ഏത് ചോദ്യത്തിനും ഉത്തരം എഴുതാൻ പറ്റും. വായിച്ചാൽ ഏത് ക്വസ്റ്റ്യനും ആൻസർ എഴുതാൻ പറ്റും, നന്നായിട്ട് മാർക്കും വാങ്ങാം. പക്ഷെ ഇതിന്റെ കൂടെ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുന്നത് ഒരു നല്ലതല്ലേ? നല്ലതാ അല്ലെ? ഈ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഒരു പീരീഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈം അല്ലെങ്കിൽ ആഴ്ചയിലെങ്കിലും ടീച്ചേഴ്സ് മാത്രമല്ല കൊടുക്കുന്നത്, അല്ല രക്ഷകർത്താക്കളും കൊടുക്കണം. രക്ഷകർത്താക്കളെ ടീച്ചേഴ്സിനെ കുട്ടികളെയും കൂടെ ചേർത്ത് കൊടുക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ മാസത്തിലെങ്കിലും ഒരു ദിവസം. അതെ, കുട്ടികളും രക്ഷകർത്താക്കളുടെയും കൂടെ ഇരുത്തി സംസാരിക്കണം. തീർച്ചയായും. നമുക്ക് അവരോട് പറയാം, അന്ന് ടീച്ചർ ഇങ്ങനെ പറഞ്ഞില്ലേ മോൻ നല്ല കുട്ടിയാകണമെന്ന്, അതിപ്പോ ഇങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. മാർക്ക് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് കുട്ടിയെ ഉപദ്രവിക്കാതെ ആത്മഹത്യയിലേക്ക് വിടാതെ അടുത്ത തവണ നന്നായിട്ട് മാർക്ക് വാങ്ങാൻ മോൻ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടി നന്നായിട്ട് മാർക്ക് വാങ്ങും. തീർച്ചയായിട്ടും. ഇതൊക്കെയാ ചെയ്യേണ്ടത്.